നിയമസഭയിൽ നിഷേധാത്മകവും വിധ്വംസകവുമായിട്ടുള്ള തങ്ങളുടെ രീതി തുടരുകയാണ്. ഇന്ന് ഉപധനാഭ്യർത്ഥനകളിന്മേൽ നടക്കേണ്ട ചർച്ച ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രകോപനവുമില്ലാതെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ചർച്ച കൂടാതെ എല്ലാം പാസാക്കുന്ന സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, നടുത്തളത്തിലിറങ്ങി തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ പ്ലക്കാർഡുകളും അതുപോലെ ബാനറുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ തിരക്കഥ നേരത്തെ തയ്യാറാക്കി എന്നാണ് അത് കാണിക്കുന്നത്. നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത്. ഇന്ന് സഭ തടസ്സപ്പെടുത്തണം, അടിയന്തര പ്രമേയത്തോടു കൂടി തന്നെ തടസ്സപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, മുൻകൂട്ടി ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ വരുന്നത്. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പതിവാണ്. സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നേരത്തെ വീട്ടിലെത്താൻ വേണ്ടി സഭ തടസ്സപ്പെടുത്തുക എന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായൊരു സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി പ്ലക്കാർഡ് തയ്യാറാക്കി വെക്കില്ലല്ലോ, ബാനറും തയ്യാറാക്കി വെക്കില്ലല്ലോ. അപ്പം നടുത്തളത്തിൽ ഇറങ്ങിയിട്ടും സഭ തടസ്സപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ആദ്യം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി സഭാ നടപടികളുമായിട്ട് പോയി, പിന്നെ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു. എന്നിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് വലിയ ബാനർ ഉയർത്തിയത്. അപ്പോൾ ഒരു തരത്തിലും സഭ നടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത്. ഇന്നലത്തെ ധനകാര്യമന്ത്രിയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറുപടിയോടുകൂടി തന്നെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വാദങ്ങളുടെയും മുനയൊടിഞ്ഞതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതും ഒരു കാരണമാവാം. അപ്പോൾ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറിയോ? അതിൽ പരം താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തോട് പറയുക? ദയവായി അങ്ങ് ചുരുക്കൂ, ഉപസംഹരിക്കൂ എന്ന് മലയാളത്തിലും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നതിനേക്കാൾ താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക? അതിനാണ് ഈ പ്രകോപനം മുഴുവൻ ഉണ്ടാക്കിയെന്നുള്ളത് ഓർക്കണം. ഒരുപക്ഷെ കേരളത്തിന് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഒരു സ്പീക്കർ പറഞ്ഞതിൻ്റെ പേരിൽ സഭ തടസ്സപ്പെടുത്തുന്നത്. നോക്കൂ, പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലല്ല. അതെങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നത്? അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, അതിനാണ് സ്പീക്കർ അവിടെ ഇരിക്കുന്നത്. പിന്നെ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ്? സ്പീക്കർ നിശബ്ദ കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളാണോ? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സ്പീക്കർ പറഞ്ഞില്ലേ, ഞാൻ വഴങ്ങിയപ്പോൾ, ശ്രീ തിരുവഞ്ചൂരിന് വഴങ്ങിയപ്പോൾ എന്നോട് സ്പീക്കർ പറഞ്ഞു ചെയറിൻ്റെ അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല. അത് പലർക്കും കുറച്ച് സന്തോഷമായി. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലെന്താണ് ഇത്ര സഹിഷ്ണുത?